പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. എൻ്റെ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ സത്യവുകട്ടെ. ഇന്നത്തെ നിങ്ങളുടെ യാത്രാമേൽ കർത്താവിൻ്റെ കൃപ ചൊരിയട്ടെ. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ വാക്ക്, നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന സംസാരങ്ങൾ, ഇടപാടുകൾ, ഇടപഴകലുകൾ, ചർച്ചകൾ, തീരുമാനങ്ങൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ജോലി സമ്പാദിക്കുന്നതിന് വേണ്ടി പോകുന്നവരെ, നമുക്ക് ലഭിക്കാനുള്ള പണം സമ്പാദിക്കുന്നതിന് വേണ്ടി ഉള്ള പരിശ്രമങ്ങൾ, മറ്റുള്ള കൈകളിൽ കുടുങ്ങിപ്പോയിട്ടുള്ള നമ്മുടെ അധ്വാന ഫലങ്ങൾ, അതായത് മക്കളില്ലാത്തവർ, മക്കൾ രോഗികളായി കിടക്കുന്നവർ, അവരെല്ലാം ഈ സമയത്ത് അവരുടെ വിടുതലിന് വേണ്ടിയും സമാശ്വാസത്തിന് വേണ്ടിയും ദൈവിക ഇടപെടൽ അവരുടെ ജീവിത മണ്ഡലം ഉണ്ടാകുന്നതിന് വേണ്ടിയും 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ ജീവനുടെ പ്രത്യക്ഷയുടെ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാശക്തിയെ നിങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ നാമം ശുഭകരമാകട്ടെ. കർത്താവിൻ്റെ സാന്നിധ്യം എല്ലായിടത്തും സന്ധിപ്പായി അനുഭവിക്കാൻ അങ്ങേ സ്വന്തം മക്കൾക്ക് കഴിയണമേ. നിത്യം പിതാപുത്രനും പരിശുദ്ധാത്മാവായ സർവ്വീശ്വരനെ നയിക്കുവാമേ. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ബൈബിളിന്റെ അധ്യായം എന്ന് പറയണത് റോമ 8:14 എന്താണ്? ദൈവാത്മാവ് നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. അപ്പോൾ ഓരോ സാഹചര്യത്തിലും എന്ത് ആത്മാവിലാണ് നയിക്കപ്പെടുന്നത് കർത്താവ് ചോദിക്കണില്ലേ? വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? 9:54. ഏത് വിധത്തിലുള്ള ആത്മാവാണ് നിങ്ങൾക്കുള്ളത് എന്ന് എന്ത് നിങ്ങൾ അറിയുന്നില്ല. ഏത് വിധത്തിലുള്ള ആത്മാവാണ് നിങ്ങളെ നയിക്കണതെന്ന് ലൂക്കാ 9:54 ശരിക്കും റോമ 8:14 ലിങ്ക് ചെയ്യേണ്ടത്.
റോമ 8:14 എന്താ പറയണത്? ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെ ദൈവത്തിൻ്റെ പുത്രന്മാരായിരിക്കും. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ലൂക്ക 9:54 നിങ്ങൾ നയിക്കപ്പെടേണ്ടത് ഏത് ആത്മാവിലായിരുന്നു? ദൈവാത്മാവിലാണ്. പക്ഷേ ഇവരിപ്പോൾ പറയുന്നത് എന്താണ്? സമരക്കാരുടെ തലയിൽ തീയും ഗന്ധം ഇറങ്ങി വീഴാൻ പറയുന്നതാണ്, അവരെ നശിപ്പിക്കാൻ പറയുന്നതാണ്. നശിപ്പിക്കുന്ന ആത്മാവ് എന്താത്മാവാണ്? യോഹന്നാൻ 10:10 എടുത്ത്. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ? കള്ളൻ വന്നു കഴിഞ്ഞു. അപ്പോസ്തലന്മാർ സമരക്കാരെ തീയും ഗന്ധം ഇറക്കി നശിപ്പിക്കാൻ തീരുമാനിച്ചപ്പോഴേ അവർ നയിക്കപ്പെട്ട ആത്മാവ് എന്താണ്? നശിപ്പിക്കുന്ന ആത്മാവാണ്. അത് സാത്താൻ്റെ ആത്മാവാണ്. അവരിങ്ങനെ ഈ വൈരാഗ്യത്തിലും വിദ്വേഷത്തിലും മത്സരത്തിലും വാശിയിലും ജീവിക്കുന്നവരെ അവർ ചിലപ്പോൾ നാളെ കാലങ്ങളിൽ അവർ ചിലപ്പോൾ പലതരത്തിലുള്ള ആധ്യാത്മിക അനുഷ്ഠാനങ്ങളൊക്കെ കാണിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനം ഉണ്ടെന്ന് പറയും. പക്ഷേ ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ അതൊന്നും അല്ലെന്നാണ് പറയണത്. എന്താണ് ആധ്യാത്മികത എന്ന് പറയണത്? ആത്മാവിനാൽ നയിക്കപ്പെടുകയാണ്. അത് അപ്പോസ്തലന്മാർക്ക് ന്യായമായ കാര്യമാണ് അവർ ചോദിച്ചെങ്കിൽ അത് നിഷേധിക്കപ്പെടുമ്പോഴേ മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചുകൊണ്ട് അത് കർത്താവ് എന്താ പറഞ്ഞത്? കർത്താവ് ആത്മാവ് നയിക്കപ്പെടുന്നത് കഴിഞ്ഞ ദിവസം കണ്ടില്ലേ? അങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ ദൈവാത്മാവ് നയിക്കപ്പെടുന്ന കർത്താവ് എന്ത് ചെയ്ത് അത് ഇഷ്യൂ ആക്കി ഡെവലപ്പ് ചെയ്തെടുക്കാതെ എന്ത് ചെയ്ത് വേറെ മറ്റ് ഗ്രാമങ്ങളിലേക്ക് പോയി. 9:56 അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയെന്ന് പറയുമ്പോൾ നമ്മൾക്ക് സ്വാഭാവികമായിട്ട് അവർ വിട്ടില്ല, അതിലവിടെ പോയി. അങ്ങനെയല്ല. ഈശോ ചോദിക്കണത് എന്താണ്? വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? എന്താത്മാവിനാണ് നിങ്ങൾ നയിക്കപ്പെടുന്നത്? എന്താത്മാവിനാൽ നയിക്കപ്പെടണം? പരിശുദ്ധാത്മാവ് നയിക്കപ്പെടണം. അപ്പോൾ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവ് എന്തിൻ്റെതാണ്? സൺഡേയുടെ ആത്മാവല്ല. 1 Corinthians 14:32-33 പ്രവാചകരുടെ ആത്മാവ് പ്രവാചകർക്ക് വിധേയമാണ്. അപ്പോസ്തലന്മാരുടെ പ്രവാചക സ്ഥാനം പോണ കണ്ടില്ലേ? ഇവരുടെ പ്രവാചകരുടെ ആത്മാവ് പ്രവാചകർക്ക് വിധേയമാണ്. പക്ഷെ ഇവരെന്താണ് പറയണത്? ഞങ്ങൾ സ്വർഗ്ഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അവരെ നശിപ്പിക്കാൻ ഞങ്ങൾ കൽപ്പിക്കട്ടെ എന്ന് ചോദിക്കണം. അപ്പം അവരുടെ ആ ആത്മാവ് അവർക്ക് വിധേയമല്ല. അതാണ് വിഷയം. അതുകൊണ്ടാണ് ഈശോ ചോദിക്കണത് ഈ വിധേയമല്ലാത്ത കാരണം വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? എന്താത്മാവ് നിങ്ങൾ നയിക്കുന്നതെന്ന് ചോദിക്കണില്ലേ? അപ്പോൾ എന്താ? ദൈവം കോലാഹലത്തിൻ്റെ ദൈവമല്ല എന്ന് പറയുന്നില്ല. എന്തെന്നാൽ ദൈവം കോലാഹലത്തിന്റെ ദൈവമല്ല, സമാധാന ദൈവമാണ്. അതാണ് ദൈവം. അതുകൊണ്ടാണ് 9:56 എഴുതിയിരിക്കുന്നത്. സമരക്കാർ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. വായിച്ചേ 9:56. അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. അപ്പോൾ കോലാഹലമില്ല, സമാധാനത്തിൻ്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നിലനിർത്താൻ വേണ്ടി ലോകാത്മാവിൻ്റെ മുമ്പിൽ നമ്മൾ ചില സമയത്ത് തോറ്റു കൊടുക്കും. എന്തിനാണ്? ദൈവത്തെ ജയിപ്പിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ കുറേ ദൈവരാജ്യത്തിന് വേണ്ടി തോറ്റു കൊടുക്കുന്ന കണ്ടീഷൻസ് വന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ മോസസിനോട് പറഞ്ഞ പോലെ ദൈവം നമ്മോടും പറയും, എനിക്ക് നിന്നെ അറിയാമെന്ന് പറയും. നമ്മുടെ ചരിത്രത്തിൽ നിന്നാണുള്ള അറിവാണത് ദൈവത്തിന്. നമ്മുടെ ചരിത്രം ദൈവം വായിക്കുവേ. മോസസിൻ്റെ ചരിത്രം ആരുടെങ്കിലും ചരിത്രം വായിച്ച് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മോസസിൻ്റെ ചരിത്രമാണ്. ആ ചരിത്രം വായിച്ചിട്ട് അതിൻ്റെ സബ്മിറ്റ് എന്താ ദൈവം പറയണത്? എനിക്ക് നിന്നെ അറിയാമെന്ന്. അത്രയും പറഞ്ഞു കിട്ടിയാൽ മതി. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും
ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സോ നമ്മൾ ഈ കുറുക്കൻ്റെ കണ്ണ് കോഴിക്കോട്ടിലെന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഒരു കണ്ണെന്താ, ഉടമ്പടി ചെയ്യുന്നതിൻ്റെ കണ്ണ് എവിടെയാ? കൃപയിലാണ്. മനസ്സിലായ? കൃപ, നോട്ട് ഓൺ ബ്ലെസ്സിങ്, അനുഗ്രഹത്തിലല്ല, കൃപ. എപ്പോഴും നിങ്ങൾ കൈ നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിച്ചേ. ഓൺലൈനിലുള്ളവരും പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, പരമപിതാവിന്റെ മനപ്രസാദമായി നീ നേടിയെടുത്ത കൃപയാൽ നിന്റെ നാമത്തിലെ നെഞ്ചിലും നെറ്റിയിലും അഭിഷേകമുദ്ര സ്വീകരിച്ച എളിയ വിശ്വാസിയായ എളിയ സ്നേഹിതയായ അങ്ങയുടെ പൈതലായ എന്റെ മേൽ കൃപയുടെ അഭിഷേകം ചൊരിയണമേ. എല്ലാ വിശുദ്ധന്മാരെ, മലാഖമാരെ, രക്തസാക്ഷികളെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഈശോ കൃപയാൽ നിറക്കണമേ, കൃപയാൽ ചൊരിയണമേ, അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ, കയ്യിലുള്ളത് എന്തിൻ്റെ? MSc ഫിസിക്സിൻ്റെ ഫെയിൽഡ് സർട്ടിഫിക്കറ്റ്, സെക്കൻഡ് സെം തോറ്റിരിക്കണതാണ്. അപ്പോൾ നമുക്ക് മെറിറ്റില്ല. പക്ഷെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ആശയം എമർജ് ചെയ്യും. പെട്ടെന്ന്, അതായത് ഉടമ്പടി എടുക്കുന്ന ദിവസങ്ങളിലും അക്കാലങ്ങളിലുമൊക്കെ നീ വളരെ ശ്രദ്ധിക്കണം. ഇവരെന്താ കാണിച്ചാൽ അവർക്ക് പെട്ടെന്ന് അവർ ഇമെയിലിൽ ഒരു കോൾ ഫോർ ചെയ്തു. എന്താണ്? വിയന്നയിൽ യൂണിവേഴ്സിറ്റി ഫിസിക്സിന് വേണ്ടി സയൻറ്റിസ്റ്റിൻ്റെ ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് പറയുന്നു. അപ്പോൾ മകൾ അമ്മയോട് ചോദിക്കും, അമ്മേ ഞാൻ എനിക്ക് കൊടുക്കാവോ എന്ന് ചോദിക്കും. അപ്പോൾ അമ്മ +2 ടീച്ചറാണ്, ബെറ്റി പുനമാവ്. ആ സാക്ഷി നിങ്ങൾ കേട്ട് കാണും. അതായത് എന്താ, അമ്മ +2 ടീച്ചറാണ്, മകൾ MScക്ക് ഫിസിക്സ് ഫെയിലാണ്. പക്ഷേ വിയന്നയിൽ സയൻറ്റിസ്റ്റിൻ്റെ PhD ഡോക്ടർ തീസിനെ വിളിച്ച് കോൾ ഫോർ ചെയ്തിരിക്കുകയാണ്. അതായത് അത് കിട്ടിയാൽ ഫുള്ളായിട്ട് 5 പൈസ മുടക്കാതെ പഠിക്കാൻ പറ്റും. അപ്പോൾ അവൾക്ക് കൊതി കൊണ്ട് അമ്മയോട് ചോദിക്കും. അവൾക്ക് തോറ്റെന്ന് അമ്മയ്ക്കും അറിയാം, അവൾക്കും അറിയാം. അമ്മയോട് ചോദിക്കും, അമ്മ ഇത് കൊടുക്കാവോ? അപ്പോൾ അവൾ കൊടുക്കണ്ട, നീ തോറ്റതില്ലെന്നല്ല, അമ്മ നെഗറ്റീവ് പറഞ്ഞില്ല. അതാണ് രസം. പക്ഷേ എന്താ പറയാഞ്ഞെന്ന് അവർ പറയുന്നു, ടീച്ചർ പറയുന്നുണ്ട് സാക്ഷ്യത്തിൽ. എന്താ പറയാഞ്ഞത്? നീ തോറ്റതല്ലേ, ആ പേപ്പർ ഇവിടെ ഇല്ലല്ല, വെറുതെ ചുമ്മാ സമയം കളയണ്ട എന്നല്ലേ അതിൻ്റെ മറുപടി. പക്ഷെ അവർ മകൾക്ക് ഒരു ഡെസ്ക് ആകണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അമ്മ പറയും, നീ കൊടുക്കെന്ന് പറയും. ദാറ്റ് പക്ഷേ ഞാൻ ഇപ്പോഴും നിങ്ങളോട് മുമ്പിൽ പറയണത്, ഒരു 0- നിന്ന് ഒരു സബ്ജക്റ്റ് മൂവ് ചെയ്യണ വിധം കണ്ടില്ലേ? 0- നിന്ന് ഒരു സബ്ജക്റ്റ് മൂവ് ചെയ്ത് കയറുകയാണ് ഒരിക്കൻ. കൊടുക്കാൻ പറഞ്ഞോടുകൂടി ഇവർ അവരുടെ ബയോഡേറ്റയും അവരുടെ മാർക്ക് ലിസ്റ്റും ഫസ്റ്റ് സെമ്മിൻ്റെ കൊടുത്തു, സെക്കൻഡ് സെം ഫെയിലാണ്, അത് കൊടുത്താൽ അപ്പോൾ തന്നെ അവർ ക്ലോസ് ആക്കി കളയല്ല. അത് കൊടുത്തില്ല. അവർ 3rd സെമ്മും കൊടുത്തു, പിന്നെ 4th സെമ്മും കൊടുത്തു. അപ്പോൾ ഉടനെ സായിപ്പ് അവിടെ നിന്ന് വിളിച്ച് ചോദിച്ച്, വേറെ സെക്കൻഡ് സെം എന്ന് ചോദിച്ചു. അപ്പോൾ സോറി എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഞങ്ങളത് ഫെയിലാണെന്ന് പറഞ്ഞുകൊണ്ട്, അവർ ഫെയിലാണ്, അതുകൊണ്ടാണ് പ്ലേസ് ചെയ്യാഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഫെയിലാണെന്ന് പറഞ്ഞ് ഫെയിലിൻ്റെ സെക്കൻഡ് സെം സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റ് കൊടുത്ത് വിട്ടേ. അപ്പോൾ അവരുദ്ദേശിക്കുന്നത് അത് നമുക്കതുകൊണ്ട് ക്ലോസ് ചെയ്യാമല്ലേ കമ്മ്യൂണിക്കേഷൻ. ഇനി അതെന്ന് പറഞ്ഞ് നടക്കേണ്ട കാര്യമില്ലല്ലോ, നമുക്കിത് ഇതോടുകൂടി ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞാണ്ട് അമ്മയും മകളും കൂടി ഫെയിലിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുത്ത് വിടണം. നിങ്ങളെപ്പോഴും വിചാരിക്കേണ്ട ഒരു വിഷയം, നിങ്ങൾ അമ്മയും മകളും അല്ലല്ലോ, വേറെ ഒരാളുണ്ടല്ലോ ഉടമ്പടി ചെയ്ത ആൾ. ഇതാണ് പ്രശ്നം. ഇത് നിങ്ങൾ തിരിച്ചും മനസ്സിലാക്കണം. അവരവരുടെ രീതിയിലാണ് കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യണത്. പക്ഷെ നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ ഒരാൾ നിങ്ങളുടെ കൂടെ അങ്ങോട്ട് വരികയാണ്. അത് വരണമല്ല. എന്താ കമ്പം വെച്ച് കഴിഞ്ഞാൽ അവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഷായ എന്നും പറഞ്ഞൊരു ടീച്ചർ, ഷാ സാമുവൽ, അവരെന്നാ പറയണ വെച്ചാൽ എപ്പോഴും അമ്മയുടെ ഒരു സാന്നിധ്യം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്നാണ്. എപ്പോഴും അമ്മയുടെ ഒരു സാന്നിധ്യം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
അതുകൊണ്ട് നമ്മൾ പൊട്ടത്തരമൊക്കെ ചെയ്യാൻ പോയാൽ ചെയ്യിക്കത്തില്ല. ദ ഗൈഡഡ് ബൈ ദ സ്പിരിറ്റ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, ആത്മാവിനെ നയിക്കപ്പെടുന്നത്. പക്ഷെ ഉടമ്പടി ആത്മാവിനാലും അമ്മയായാലും നയിക്കപ്പെടുന്നതാണ്. അമ്മയുടെ സാന്നിധ്യം നമുക്ക് ഫീൽ ചെയ്യും. ഷാ പറയണത്, എനിക്ക് ഇത് കൃപാസനം കുറേ പത്രമൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നിന്നെ ഓരോരുത്തർക്കും കുറേ പത്രമൊക്കെ ഉണ്ട്, ചുമ്മാ തട്ടിപ്പായിരിക്കും എന്ന് ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞതാണ്. പക്ഷേ വൺസ് അവരുടെ അമ്മ മരിച്ചു, അവർക്ക് ഭയങ്കര ഭയമായി. കാരണം മരണം അല്ല, ഈ അമ്മ എന്ന് പറയുന്ന ആൾ ഭയങ്കര ആളായിരുന്നു. അമ്മ ദൈവത്തെ ജീവിക്കണത് ഈ ഷാ കണ്ടിട്ടുണ്ട്. 80 വയസ്സ് വരെ അമ്മ ജീവിച്ചതല്ലേ. അമ്മയ്ക്കുള്ളൊരു ക്വാളിറ്റി എന്ന് പറയണത്, അമ്മ ജീവിച്ചതും വിശ്വസിച്ചതും ജപമാലയും പരിശുദ്ധ കുർബാനയും ഉണ്ടെങ്കിൽ ഈ ഭൂമിയിൽ എങ്ങനെയും മനുഷ്യൻ ജീവിക്കാം, എന്തും അതിജീവിക്കാമെന്ന് ആ അമ്മ ഞങ്ങളെ പഠിപ്പിച്ചതാണ്. അത് കറക്റ്റാണ്. അതിലാണ് ഞങ്ങൾ വളർന്നു വന്നത്. ജപമാലയും പരിശുദ്ധ കുർബാനയും ഉണ്ടെങ്കിൽ ഈ ഭൂമിയിൽ എന്ത് തകർച്ചയും അതിജീവിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞ് കാണിച്ച് പഠിപ്പിച്ചതെന്ന് അമ്മ. അത് കാരണം ഞങ്ങൾക്കറിയാം ജപമാല മതി, ഞങ്ങൾക്കറിയാം പരിശുദ്ധ കുർബാന മതി. അങ്ങനെയാണ് ഞാനും പഠിച്ചത്, +2 ടീച്ചറായത്. പക്ഷേ ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നം വന്ന്, എന്താ കാര്യം? അമ്മ മരിച്ചു. അമ്മ മരിച്ചോടുകൂടി എൻ്റെ ജീവിതം കാര്യം ആദ്യമായിട്ട് നമ്മൾ ഒത്തിരി മരിപ്പിലൊക്കെ പോകും, അത് നമ്മളധികം ഡിസ്റ്റർബ് ചെയ്യത്തില്ല. നമ്മളൊരു ഫങ്ഷന് പങ്കെടുത്ത പോലെ പലർക്കും തോന്നത്തുള്ളൂ. പക്ഷെ വൺസ് നമ്മുടെ ഹാർട്ടായിരുന്ന ആൾക്കാർ അടർന്നു പോയി കഴിയുമ്പോൾ വി വിൽ ഫീൽ ഇറ്റ്. അപ്പോഴാണ് നമ്മൾ മരണത്തിനെ നേരെ കാണുന്നത്. ഒരു നിമിഷം നമ്മുടെ ആശയും അസ്ഥിയുമായിരുന്ന ആൾ അപ്രത്യക്ഷമായി പോകുമ്പോൾ ഷാ ഫീലായി എന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം ഫീലായി. അതൊക്കെ മുമ്പ് ഉണ്ടായിരുന്ന ഫീലിംഗ് അല്ല. ഇവർക്കൊന്നും ചെയ്യാൻ പറ്റണില്ല, ഇവർക്ക് ഭയമായിപ്പോയി. ഇവർക്കൊന്നും ചെയ്യാൻ പറ്റണില്ല, ഇവർക്ക് ഭയമായിപ്പോയി. എന്തോ വലിയ ദുരന്തം കുടുംബത്തിൽ സംഭവിക്കുന്നു. പിന്നെ ഇവർ പറയും, എന്തൊക്കെ കുടുംബത്തിൽ ഇനിയും ദോഷങ്ങൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്നൊക്കെ ഞാൻ എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞ് ഞാനിങ്ങനെ ഡിപ്രസ്ഡായിപ്പോയി. അപ്പോഴാണ് എൻ്റെ ചേച്ചിയുടെ മകൻ വണ്ടിയിടിച്ച് മരിച്ചത്. അതോടെ അവരുടെ കാര്യം തീരുമാനമായി. അവർക്കും പിന്നെ അനങ്ങാൻ പറ്റാതെ. അപ്പോൾ ചേച്ചിയും ഞാനും, ചേടത്തി അനിത്യമാണേ, അമ്മയും മരിച്ചു, ചേടത്തിക്ക് മകൻ മരിച്ചപ്പോൾ അനിയത്തിക്ക് മകൻ മരിച്ച പോലെ തന്നെയാണ്. അവർക്ക് തമ്മിൽ അത്രയും റിലേഷൻസൊക്കെ ഉള്ളവരാണ്. അതോട് ബെറ്റി അതെന്താ അങ്ങനെ വന്നപ്പോൾ ഞാൻ ഡൗണായിപ്പോയി. പിന്നെ ഇനി എന്നൊക്കെ എത്ര ബുദ്ധിയുണ്ട്, എന്ത് വിശ്വാസ പാരമ്പര്യത്തിലാണ് ജനിച്ചത് ജീവിച്ചത് എന്ന് പറഞ്ഞാലും ചില ഹോംവർക്കുകൾ വന്നാൽ നമുക്ക് ചില സമയത്ത് താങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഇവരിനി എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഗ്ലൂമിയായി ഈ അവസാദം പിടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്, ഇൻട്രോവർട്ടായിട്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഇവർ പതുക്കെ ഉടമ്പടിയിലോട്ട് വരും. ആരോ ഒരു പത്രം കൊടുത്തതാണ്. അപ്പം നിങ്ങൾ ഈ പത്രം കൊടുക്കുമ്പോൾ നിങ്ങളവർക്ക് ഞാനെങ്ങനെ ഈ പത്രം കൊണ്ടേ കൊടുക്കണമെന്നൊക്കെ നിങ്ങൾ പറയും. നിങ്ങൾ പത്രമല്ല കൊടുക്കണത്, യു ആർ ഗിവിങ് ജീസസ് ആക്ച്വലി. അത് നിങ്ങൾക്ക് മനസ്സിലാകണം. ഒക്കെ പത്രമായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അത് മുഴുവൻ കർത്താവിൻ്റെ വചനമല്ലേ, അത് മുഴുവൻ കർത്താവ് ഈ മാസം ചെയ്ത വർക്കുകളല്ലേ. എത്രയോ മനുഷ്യരാണ് നിങ്ങൾ വഴി കർത്താവിനെ അറിയാൻ പോകുന്നത്. അപ്പം മകനും മരിച്ചു, അതായത് ചേച്ചിയുടെ മകൻ, അമ്മയും മരിച്ചു. അതോടുകൂടി ഇവർ ഡിപ്രസ്ഡായി. കാരണം മരണത്തിൻ്റെ മണവും മരണത്തിൻ്റെ രുചിയും ഒക്കെ ഇവർ ആദ്യമായിട്ട് അനുഭവിക്കുക. ശരിക്കും ഉറ്റവരെ പോകുമ്പോഴാണല്ലോ നമുക്കിതെല്ലാം അനുഭവിക്കാൻ പറ്റണത്. അതോടുകൂടി ഇവർ ഡൗണായി. അപ്പോഴാണ് ഇങ്ങനെ ഈ ഡൗണായിരിക്കുന്ന അവസ്ഥകൾ, അപ്പോഴാണ് ആരോ ഒരു കൃപാസനം പത്രം കൊടുത്ത് ഇവർ ഈ ടീച്ചറിനെ കൊടുക്കും. പത്രമൊക്കെ വായിക്കും. പത്രമൊക്കെ വായിച്ചതിന് ശേഷം പിന്നീട് ഇവർ വന്ന് ഉടമ്പടി എടുക്കും.
ഈ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ അവർ പറയുന്ന ഒരു കമൻ്റ് ഉണ്ട്. എന്താ പറയണത്? ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ഉടനെ ഇവർക്ക് ലഭിക്കണമെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇവർക്ക് ധൈര്യം വരും. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഉടമ്പടി സാധ്യത എന്നൊക്കെ പറയണത് നമ്മൾ സാധാരണ ഒരു പ്രാർത്ഥനയുടെ സാധ്യതയല്ല ഇതിനകത്തുള്ളത്. ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ ഇത്രയും ടോട്ടൽ ഡിസ്പ്രസ്ഡ് 0- ആയിട്ട് ഇങ്ങനെ ഫ്രീസായിട്ടിരിക്കുന്ന ആളാണ്. ഈ ആൾ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ, ഉടമ്പടി എന്ന് പറയുമ്പോൾ ദൈവമായിട്ട് നീ റിലേഷനിലേക്ക് വരികയാണ്. ദൈവമായിട്ട് പക്ക ഗ്യാരൻറ്റീഡ് റിലേഷൻ ഉടമ്പടിയല്ലേ ഉള്ളൂ. നിങ്ങൾ എന്തുമാത്രം പ്രാർത്ഥനാ രീതികൾ ലോകത്തുണ്ട് ഇല്ലേ? ഉണ്ടല്ലോ. പക്ഷെ ദൈവവുമായിട്ടൊരു പക്ക പേഴ്സണൽ റിലേഷൻ, ഗ്യാരൻറ്റീഡ് റിലേഷൻ, അത് ഉടമ്പടിയിലേ ഉള്ളൂ. എന്താ കാര്യം? ഉടമ്പടി ദൈവത്തിൻ്റെ നിർമ്മിതമായ ഒരു പദ്ധതിയാണ്. ദൈവനിർമ്മിതമായ പദ്ധതിയാണ്. നമ്മളായിട്ട് കണ്ടുപിടിച്ച ഒരു പദ്ധതിയല്ല. ദൈവനിർമ്മിതമായ ഒരു പദ്ധതിയാണ് ഉടമ്പടി. ബൈബിള് തന്നെ ദൈവം എക്സിക്യൂട്ട് ചെയ്യണത് ബൈബിൾ കൊടുത്തിട്ട് വായിക്കാനല്ല ദൈവം പറഞ്ഞത്, മര്യാദക്ക് ഉടമ്പടി ചെയ്യാനാണ് പറഞ്ഞത്. യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം. ഞാൻ 2018 ഉടമ്പടി എടുത്തത്. ആദ്യമേ താമസിച്ചതിന് അമ്മയോട് ക്ഷമ ചോദിക്കുന്നു. എൻ്റെ മകന് വേണ്ടിയാണ് ഞാൻ എടുത്തത്. മകന് ജോലി ഉടമ്പടി എടുത്തതിൻ്റെ 6 മാസം കഴിഞ്ഞപ്പോൾ അവന് വിദേശത്ത് ജോലിക്ക് പോകാൻ സാധിച്ചു. ഞങ്ങൾക്ക് 5-6 ലക്ഷം രൂപ കടമുണ്ടായിരുന്നു, അത് വീട്ടുവാൻ സാധിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ ഭർത്താവിന് ഫ്ലോറിങ്ങിൻ്റെ ജോലിയാണ്. ഫ്ലോറിങ്ങിൻ്റെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കാലിലൊരു ചീള് കൊണ്ടത് അങ്ങ് ഉള്ളിലോട്ട് അങ്ങ് കയറി കാണാനൊന്നും മേലാത്ത വിധത്തിൽ ഷുഗറിൻ്റെ അസുഖമുള്ള ആളാണ്. ഒത്തിരി നോക്കിയിട്ടൊന്നും കാണുന്നില്ല. പക്ഷേ കാല് നിലത്ത് കുത്താൻ മേലാത്ത അവസ്ഥയാണ്. അങ്ങനെ 3-4 മാസം ഞങ്ങൾ ഒത്തിരി വിഷമിച്ചു. അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഞങ്ങൾ സാക്ഷ്യപ്പെടുത്താമെന്ന് നടന്നതിൻ്റെ ഫലമായി പിന്നെ ആ വേദന കാലിൽ ഉണ്ടായിട്ടേ ഇല്ല. പിന്നെ എൻ്റെ എനിക്ക് ഒത്തിരി ഡിസ്കിൻ്റെ പ്രോബ്ലം ഉള്ള ആളായിരുന്നു. നടുവിൻ്റെ പ്രശ്നം കൊണ്ട് ഭയങ്കര ഒത്തിരി നാൾ ബുദ്ധിമുട്ടിയിരുന്നു. ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഒത്തിരി വർഷങ്ങളായി ബുദ്ധിമുട്ടിയതായിരുന്നു. ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഇത് മാറിക്കിട്ടി. എൻ്റെ ഇളയ മോനെ PG അഡ്മിഷൻ പെട്ടെന്ന് കിട്ടുവാൻ സാധിച്ചു. നല്ല സ്കോറോടുകൂടി PG പാസ്സായി. ഇത്രയും നന്നായി തിരുക്കുമാരനും എൻ്റെ മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് ചിഞ്ചു ജോർജ്. ഞാൻ തൊടുപുഴയിൽ നിന്ന് വരുന്നു. ഞാൻ കൃപാസനത്തെപ്പറ്റി ആദ്യമായി കേൾക്കുന്നത് 2019 ആ സമയത്ത് എൻ്റെ ആൻറ്റിമാർ ഇവിടെ വരികയും പത്രം എൻ്റെ വീട്ടിൽ കൊണ്ട് തരികയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് ഇവിടുത്തെ പറ്റി കൂടുതൽ അറിയുവാൻ ഞാൻ സത്യത്തിൽ ശ്രമിച്ചിരുന്നില്ല. ആ സമയം എൻ്റെ ഡെലിവറി ടൈമായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ചില ഡെലിവറിയിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് വരികയും ആ ഒരു ടെൻഷനിൽ ഞാനിങ്ങനെ ഒരു നേർച്ച നേർന്നു. ഒരു കുഴപ്പവുമില്ലാതെ എൻ്റെ കുഞ്ഞിനെ കിട്ടുകയാണെങ്കിൽ ഞാനിവിടെ എൻ്റെ കുഞ്ഞിനെ മാതാവിൻ്റെ അടുത്ത് നിന്ന് കാണിച്ചേക്കാമേ എന്ന് ഞാൻ നേർന്നായിരുന്നു. പക്ഷേ പിന്നീട് ഞാനതങ്ങ് മറന്നുപോയി. അത് കഴിഞ്ഞ് 2021 എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, കൃപാസനത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ എന്ത് കാര്യവും നിനക്ക് നടക്കും എന്നവൾ പറഞ്ഞു. ഞങ്ങളൊരു 3.5 വർഷമായിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരു വിദേശ ഫാമിലിയായിട്ട് സെറ്റിൽഡ് ആകാൻ പറ്റുന്ന ഒരു രാജ്യത്ത് ജോലിക്ക് വേണ്ടി തിരയുകയായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് 2 പേർക്കും ഓരോരോ തടസ്സങ്ങൾ വന്ന് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല സത്യത്തിൽ. ആ ഒരു സമയത്ത് ഇങ്ങനെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, എൻ്റെ ഡെലിവറി ടൈമിൽ ഞാനിങ്ങനെ ഒരു നേർച്ച നേർന്നായിരുന്നല്ലോ, കുഞ്ഞിനെ കൊണ്ട് കാണിച്ചേക്കാമെന്ന് നേർന്നായിരുന്നല്ലോ. പക്ഷേ അത് നേർച്ച കടമായിട്ട് കിടക്കുവാണല്ലോ എന്ന്. അപ്പോൾ
ഞാനിങ്ങനെ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് ഇങ്ങനൊരു നേർച്ചക്കടം കിടപ്പുണ്ട്, എന്താ ചെയ്യണ്ടേ. ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിലാർക്കും കൃപാസനത്തിൽ വിശ്വാസമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ അടുത്ത കുറച്ച് ബന്ധുക്കൾ പറഞ്ഞത് വെച്ചിട്ട് വീട്ടിലിരുന്ന കൃപാസനം പത്രം എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് എടുത്ത് മാറ്റിയിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഞങ്ങളൊരു ദിവസം അർത്തുങ്കപ്പള്ളിയിൽ ഇവിടുന്ന് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഹസ്ബൻഡ് തന്നെ പറഞ്ഞു, നമുക്കന്നാ നേർച്ചക്കടം കൊച്ചിൻ്റെ പേരിൽ കിടക്കണ്ട, നമുക്ക് എന്നാൽ ജസ്റ്റ് ഇവിടെ വന്ന് കൊച്ചിനെ കാണിച്ചേക്കാം എന്നും പറഞ്ഞ് ഞങ്ങളിതുവഴി ചുമ്മാ പോയപ്പം ജസ്റ്റ് ഇവിടെ ഒന്ന് വന്നു. ആ സമയത്ത് 2021 സെപ്റ്റംബറിൽ ഇവിടെ കൊറോണ ടൈം, അന്നിവിടെ പ്രാർത്ഥനകളൊന്നും തന്നെ നടക്കുന്നില്ല. കുറച്ച് ആളുകൾ മാത്രം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാനും ഹസ്ബൻഡും കുഞ്ഞുമായിട്ട് വന്നു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ഈ ഏറ്റവും ലാസ്റ്റ് തോന്നുന്നു, ഇവിടെ ആരും ഇല്ലായിരുന്നു എങ്കിലും ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ്, ഞങ്ങൾക്ക് വിശ്വാസമില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ലാസ്റ്റ് അവിടെ നിന്നിട്ട് ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ അന്ന് പറഞ്ഞിരുന്നല്ലോ എൻ്റെ കുഞ്ഞിനെ ഒരു കുഴപ്പവും കൂടാതെ കിട്ടുവാണെങ്കിൽ ഇവിടെ വന്ന് കാണിച്ചേക്കാവേ എന്ന് പറഞ്ഞിരുന്നല്ലോ, താമസത്തിന് മാപ്പി ചോദിക്കുന്നു, ഇതാ എൻ്റെ കുഞ്ഞിനെ ഞാനിവിടെ കൊണ്ട് കാണിച്ചേക്കുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എനിക്കും എൻ്റെ ഹസ്ബൻഡിനും പ്രത്യേകിച്ച് ഒന്നും തന്നെ പ്രാർത്ഥിക്കാൻ തോന്നിയില്ല, ഇവിടെ വലിയ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട്. അതിന് ശേഷം ഒരു 5 മിനിറ്റ് നിന്ന് കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിൽ എന്തോ ഒരു പ്രത്യേക തോന്നൽ. ഇതൊരു 2021 സെപ്റ്റംബർ അവസാനമാണ് ഞങ്ങളിവിടെ അന്ന് വന്നത്. ഇതൊരു അടുത്ത സെപ്റ്റംബറിന് മുന്നേ എനിക്കോ എൻ്റെ ഹസ്ബൻഡിനോ ഞങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് വിദേശത്ത് ഫാമിലിയായിട്ട് സെറ്റിൽഡ് ആകാൻ പറ്റുന്ന ഒരു രാജ്യത്ത് ഞങ്ങൾക്ക് പോകാൻ പറ്റിയാൽ, മാതാവേ, നിന്നെ ഞങ്ങൾ വിശ്വസിക്കും, ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിരിക്കും എന്നിങ്ങനെ മനസ്സിൽ ഞാനിങ്ങനെ പറഞ്ഞിട്ട് പോയി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നതെല്ലാം ഭയങ്കര അത്ഭുതങ്ങൾ തന്നെയായിരുന്നു. പെട്ടെന്ന് തന്നെ കാനഡ വർക്ക് വിസ പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. ഹസ്ബൻഡിന് പെട്ടെന്ന് അങ്ങനെ വർക്ക് വിസയ്ക്ക് കൊടുത്തു. അടുത്ത സെപ്റ്റംബർ എന്നുള്ളത് സെപ്റ്റംബറിന് മുന്നേ ഓഗസ്റ്റ് ഒരു 16 ആയപ്പോഴത്തേക്കും ഹസ്ബൻഡിന് വിസ കയ്യിൽ കിട്ടി. ഞാൻ പ്രാർത്ഥിച്ച പോലെ തന്നെ സെപ്റ്റംബർ തീരുന്നതിന് മുന്നേ തന്നെ ഓഗസ്റ്റിൽ ഞങ്ങൾക്ക് ഹസ്ബൻഡിൻ്റെ വിസ കിട്ടി.